നമസ്കാരം. നിവിൻ പോളിക്കെതിരെ വന്നിട്ടുള്ള പീഡന പരാതി അത് സത്യമാണ് എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് ഇതുവരെയും അത് സത്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഹാജരാക്കിയിട്ടില്ല. ഇപ്പോഴും ആ കേസ് അവ്യക്തമായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളി അതിനെ നിഷേധിക്കുന്നു. മറ്റേ ആ ഒരു സ്ത്രീ, ഈ പീഡന പരാതി പറഞ്ഞ സ്ത്രീ, അത് സത്യമാണ്, നിവിൻ പോളി നിഷേധിക്കുന്നത് നിവിൻ പോളിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നതല്ലാതെ ഒരു തെളിവുകളൊന്നും ഹാജരാകുന്നില്ല. ശരിക്കും എന്റെ ഒരു അഭിപ്രായം, ഈ കേസ് ഇങ്ങനെ ചുമ്മാ ഒതുക്കി തീർക്കേണ്ട ഒരു കേസല്ല. ഇത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. ശരിയായിട്ടുള്ള പ്രതി ആരാണ് എന്നുള്ളത് കോടതി കറക്റ്റായിട്ട് കണ്ടെത്തണം. കാരണം ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫോൾസ് അലിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഇനി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. നമുക്കറിയില്ല 100% ഇത് ഫോൾസ് അലിഗേഷൻ ആണ് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി ഇപ്പോഴും സാധിക്കത്തില്ല. നമുക്ക് നിവിൻ പോളി 100% ജെനുവിൻ ആണെന്ന്, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പറയുന്ന കാര്യം 100% കള്ളമാണെന്നും പറയാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. അത് കോടതിയും പോലീസുകാരും തന്നെ തീരുമാനിക്കട്ടെ. പക്ഷെ കൃത്യമായിട്ട് ഇതിനകത്ത് അന്വേഷണം നടത്തണം. കാരണം അന്വേഷണം നടത്തിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെയുള്ള കള്ളക്കേസുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർക്ക് അതൊരു ധൈര്യമാണ്. ഒരു പുരുഷന്റെ പേര് ഏത് വിധേനയും എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊടുക്കാൻ സാധിക്കും, അവനെ പിച്ച് ചെയ്യാൻ സാധിക്കും, അയാളുടെ ഇമേജ് കളയാം, അയാളുടെ ഫെയിം കളയാം എന്നുള്ള ധാരണ കൊണ്ട് പല ആൾക്കാരും രംഗത്ത് വരും. അപ്പൊ ഇങ്ങനെയുള്ള കള്ളക്കേസ് വരുമ്പോൾ അത് കൃത്യമായിട്ട് കണ്ടെത്താനും, ഇങ്ങനെ കള്ളക്കേസാണ് കൊടുത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കേസ് കൊടുത്ത ആൾക്ക് നല്ല ഒന്നാന്തരം തന്നെ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറും. അപ്പം ആ യുവതി റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കുറച്ചും കൂടി ഫേക്ക് ആയിട്ട് തോന്നിയതിന് കാരണം ഈ ഭാഗങ്ങളൊക്കെയാണ്. ആ ഭാഗങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നവംബർ മാസം 2023 നവംബർ മാസം താങ്കൾ ദുബായിലെ ഫ്ലോറ ക്ലിക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ AK സുനിലിനെ കാണുന്നു. അവിടെ വെച്ച് സുനിൽ താങ്കളെ ഉപദ്രവിക്കുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അന്നേരം സുനിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമാന്മാരുണ്ടായിരുന്നു, ഞാൻ അവരൊക്കെ കണ്ടിട്ടുണ്ട്. നവംബർ കറക്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചാൽ നവംബർ ഫസ്റ്റ് ആദ്യമാണ്. നവംബർ ആദ്യത്തെ ആഴ്ച അല്ലേ? അതെ. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്തിരുന്നു പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു, സ്പൈ ക്യാമറ ഒന്നും വെച്ചിരുന്നു. അതായത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു, അപ്പോൾ ഞാൻ കേസ് കൊടുക്കും, കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ എങ്ങോട്ട് പോകുന്നു, താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലോ? അതെ അതെ, നാട്ടിലുള്ള വീട്ടിൽ. നാട്ടിലുള്ള വീട്ടിൽ ഹസ്ബൻഡിന്റെ ഫാമിലി എവിടെയില്ലേ? അതോ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ? അല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്ത് പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ പുള്ളി പുറത്ത് പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് അങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എവിടെ നാട് എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത് ഹസ്ബൻഡിന്റെ സ്ഥലം എവിടെയാണ്? അത് മാത്രം പറഞ്ഞാൽ മതി. നേര്യമംഗലത്തെ വീട്ടിൽ അടഞ്ഞിരുന്ന വീട് കുത്തിത്തോന്നാണ് കയറിയത് അല്ലേ? അതായത് അവർ പുറത്തോട്ട് വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസീവർ റെക്കോർഡ് വെച്ചു, അതിന്റെ മെഷീൻ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തു. പക്ഷേ എങ്കിലും ആ സാധനം കാണാൻ പറയാലോ, ക്യാമറ പുറത്തുകൂടി ഒരു പവർ സപ്ലൈ വേണം. പക്ഷേ ഞാൻ ഇത് അവിടെ നിന്ന് തന്നെ ഈ നിവിൻ പോളി എൻ്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ നിന്ന് കാണിച്ചു തന്നിട്ട്. ഈ പറയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഫേക്ക് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അവർക്ക് ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല അവരുടെ സംസാരത്തിൽ. ഒന്നും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, വ്യക്തത വരുന്നില്ല. അതായത് ആർക്കും എപ്പോഴും കയറി നിരങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇവരുടെ വീട്ടിലുള്ളത്. ആരൊക്കെയോ പോയി ക്യാമറ വെക്കുന്നു, നിവിൻ പോളി ചെന്ന് ക്യാമറ വെക്കുന്നു. അത് ഇവരുടെ ബെഡ്റൂമിലാണ് പോയി ക്യാമറ വെക്കുന്നത്. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വെക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് പറയുന്നില്ല. ക്യാമറ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ അവർ ഹാജരാക്കണം. എന്നിട്ട് പിന്നീട് ഇത് കേസായ സമയത്ത് അവർ തന്നെ എങ്ങനെയോ ഈ ക്യാമറ ഊരിയതാണെന്നുള്ളത്. ഈ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് പരിങ്ങിയ രീതിയിൽ, വ്യക്തമല്ലാത്ത രീതിയിലാണ് ഇവർ മറുപടി പറയുന്നത്. അവസാനം ആ ഫോണിന്റെ കാര്യം ചോദിക്കുന്നുണ്ടല്ലോ, അതായത് ടിക്കറ്റ് എങ്ങനെ അയച്ചു തന്നു, പെട്ടെന്ന് അവരുടെ കയ്യിൽ 2 ഫോണുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവർക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നില്ല. അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി നമുക്ക് തോന്നുന്നില്ല. ഇപ്പൊ പല രീതിയിലുള്ള പീഡന പരാതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ അതിജീവിതയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടൊരു തോന്നലുണ്ടാവും. പക്ഷെ ഇവരുടെ കൂടെ നിൽക്കാൻ ഒരു തോന്നലും ഇല്ല. കാരണം അവര് യഥാർത്ഥത്തിലുള്ള അതിജീവിതയാണ് എന്ന് ഇതുവരെയും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇവരെ ഈ അതിജീവിത എന്ന് പറയുന്ന വാക്ക് കൊണ്ട് വിളിക്കാതിരിക്കുക. അവർ അതിജീവിതയല്ല. ഇനി ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. നിവിൻ പോളി കുറ്റക്കാരനാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. ഇനി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇത് കള്ളത്തരമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. നിവിൻ പോളിക്ക് കിട്ടാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ, പീഡനമാണ് എന്ന് പറയുമ്പോൾ നിവിൻ പോളിക്ക് കിട്ടാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ അത്രയും എക്സ്ട്രീം ലെവലുള്ള ശിക്ഷ തന്നെ ഈ സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ജെനുവിനായിട്ട് കേസുമായിട്ട് മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് പോലും ഇതുപോലെയുള്ള സ്ത്രീകൾ അപമാനമാണ്. ഇങ്ങനെയുള്ള കള്ളപ്പരാതിയുമായിട്ട് ഓരോരുത്തർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ജെനുവിനായിട്ട് നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് പോലും നീതി കിട്ടാതെയാകും. അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാലതാമസം എടുക്കും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇത് ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് കണ്ടെത്തണം. കോടതി കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെടണം. എന്നിട്ട് ഈ ഫേക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള ഫേക്ക് അലിഗേഷൻസ് ഒന്നും നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുത്തുകൂടാ.